നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിവാസൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അന്ത്യാഞ്ജലികൾ. ഞാൻ ഇന്ന് ശ്രീനിവാസൻ സിനിമകളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ വാർത്തകൾ കണ്ടുവരുമ്പോൾ പല ചാനലുകളിലും പലതരത്തിലുള്ള സ്റ്റോറികൾ കൊണ്ട്, ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറികൾ കൊണ്ട് നിറയുമ്പോൾ അതിനിടയിൽ ഒന്ന് രണ്ട് പ്രമുഖ സാറ്റലൈറ്റ് വാർത്താ ചാനലുകൾ, ന്യൂസ് 18ഉം 24ഉം അടക്കമുള്ള ചാനലുകൾ മകൻ്റെ പിറന്നാൾ ദിനം അച്ഛൻ വിടവാങ്ങി എന്നുള്ള തലക്കെട്ടോടുകൂടി പ്രത്യേക സ്റ്റോറി, 9 മിനിറ്റോളമുള്ള സ്റ്റോറിയൊക്കെ വരെ സംപ്രേഷണം ചെയ്യുന്നത് കണ്ടു. വലിയ അനീതിയായിട്ടും മനസാക്ഷിയില്ലായ്മയായിട്ടും എനിക്കത് തോന്നി. ധ്യാൻ ശ്രീനിവാസൻ്റെ പിറന്നാൾ ദിവസമായ ഇന്ന് ശ്രീനിവാസൻ മരണപ്പെട്ടു. ഈ വിഷയം എനിക്ക് ഇന്നൊന്ന് സംസാരിക്കണം എന്ന് തോന്നിയത്, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണത്. എൻ്റെ പിറന്നാൾ ദിനത്തിലാണ് എൻ്റെ പപ്പ മരണപ്പെട്ടത്. മറ്റാരും എൻ്റെ മുന്നിൽ അത് പറയുകയോ എന്നെ ഓർമ്മപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പപ്പ മരണപ്പെട്ട അന്ന് മുതൽ എൻ്റെ പിറന്നാൾ ദിനത്തിൽ മരണപ്പെട്ടല്ലോ എന്നുള്ള എന്തോ ഒരു പ്രത്യേക ചിന്ത, ഒരു ഭാരം, അത് മനസ്സിനെ വല്ലാതെ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും അലട്ടുന്നുണ്ട്. പപ്പ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഒരു പിറന്നാൾ ദിനം വന്നു. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും, അതുവരെ എല്ലാ വർഷവും ആ ഒരു ദിവസത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പ്, സന്തോഷം, ആകാംക്ഷ, ഒരു ത്രില്ലൊക്കെയാണ് പിറന്നാൾ ആഘോഷിക്കാൻ. പക്ഷേ പപ്പ മരണപ്പെട്ടതിന് ശേഷം ഞാൻ എന്താണ് ആഘോഷിക്കേണ്ടത്? ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച ദിവസം ആഘോഷിക്കണോ, അതോ എനിക്ക് ജന്മം തന്നയാൾ വിട പറഞ്ഞ ദിവസം അതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കണോ? ഇതൊന്നും അറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയാണ്. ഇനി ജീവിതത്തിൽ ഒരു പിറന്നാളും മനസ്സ് തുറന്ന് സന്തോഷിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക അനുഭവമായി അത് മാറി. ഒരു ദുരനുഭവം, ഒരു ദുര്യോഗം, ഒരു ദൗർഭാഗ്യം എന്നൊക്കെയാണ് ഞാനതിനെ കരുതുന്നത്. അപ്പോൾ പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെ പിറന്നാൾ ദിനത്തിൽ ശ്രീനിവാസൻ മരണപ്പെട്ടു എന്നുള്ള ആ ഒരു സംഭവത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുഖ്യധാര വാർത്താ ചാനലുകളൊക്കെ പ്രത്യേകം സ്റ്റോറികൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർക്കൊന്നും വിവേകമില്ല എന്നറിയാം. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാരത്തെ വിറ്റ് തിന്നുന്നത് അങ്ങേയറ്റത്തെ നെറുകേടാണ് എന്നെനിക്ക് തോന്നി. ശ്രീനിവാസൻ്റെയൊക്കെ വിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ശ്രീ VS അച്യുതാനന്ദൻ്റെ വിയോഗത്തെപ്പറ്റി സംസാരിച്ചതുപോലെ, ഒരു മനുഷ്യൻ തീരെ വയ്യാത്ത അവസ്ഥയിലാണ്, രോഗാവസ്ഥയിലാണ് കുറേ നാളായിട്ട്. ഇത് നമുക്ക് നേരിട്ടറിയാമെങ്കിൽ പോലും അയാളിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യം നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ, അവർ വിട പറയുമ്പോൾ അതൊരു അകാല വിയോഗമായിട്ടോ അപ്രതീക്ഷിത വിയോഗമായിട്ടോ ഒക്കെയാണ് നമുക്ക് തോന്നുന്നത്. അത് അവരുണ്ടായിരുന്ന സമയത്ത് നമുക്ക് തന്ന അനുഭവങ്ങളുടെ നിലവാരം കൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ശ്രീനിവാസൻ്റെയും കാര്യം. സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ ശ്രീനിവാസനുമായി നല്ല സൗഹൃദം ഉള്ള ഒരു വ്യക്തിയാണ്. സുഖമില്ലാതെ കുറച്ച് ദിവസങ്ങളായിട്ട് തീരെ വയ്യാതെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നും ചെന്ന് കാണാറുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്തൊക്കെ സന്ദേശം സിനിമയെപ്പറ്റിയൊക്കെ ഇവർ സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുകയാണ് സത്യനന്ദിക്കാട്. പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് തീരെ വയ്യ. പക്ഷേ അവസാന ഓർമ്മകളിൽ പോലും ആ ഒരു കള്ളച്ചിരി, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള സംസാരം, തുറന്നുള്ള സംസാരം, ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാത്ത തരത്തിലുള്ള തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ, ഇതൊക്കെ തന്നെ ശ്രീനിവാസൻ എന്ന ഒരു കലാകാരനെ എന്നതിലുപരി ഒരു മനുഷ്യനെ നമ്മിലൊക്കെ നിറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാർത്താ ചാനലുകളിൽ നിന്ന് കാണിച്ചത്, 24 ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അവരത് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ആശുപത്രിയിൽ ഈ ശ്രീനിവാസൻ മരണപ്പെട്ടതിന് ഉടൻ തന്നെയുള്ള വിഷ്വൽ പുറത്തു വിട്ടുകൊണ്ടാണ്. അതായത് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മുഖത്തോട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അനുവാദം പോലും ഇല്ലാതെ ആ ഒരവസ്ഥയിൽ ആ വീഡിയോ ചിത്രീകരിക്കുകയാണ്. ദൂരെ നിന്നെന്തോ ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ്. ഇതിനു മുൻപും മരണസമയങ്ങളിൽ ഓരോ മരണ വാർത്തകൾ പുറത്തു വരുമ്പോൾ പല പ്രാവശ്യവും
തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഡ്രസ്സിങ്ങിലായിരിക്കില്ല നമ്മൾ പബ്ലിക്കിൽ പോകുന്നത്, അല്ലേ? നമ്മുടെ പ്രൈവസിയിൽ നമ്മൾ കുറച്ച് അലസമായിട്ടായിരിക്കും നമ്മുടെ ഡ്രസ്സിങ്ങും ഒക്കെ. അതുപോലെ തന്നെ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നു, ഒരു മരണം, അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യർ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണെന്നോ എങ്ങനെ ഇതിട്ടിരിക്കുന്നതെന്നോ ഇതിലൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ഒരു സ്വകാര്യതയാണ് പകർത്തുന്നത്. ആദ്യം വിഷ്വൽ കാണിക്കണം, ഒന്നാമതാവണം എന്ന് കരുതി ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷ്വൽ പുറത്തു വിടുമ്പോൾ ഒരു മനസാക്ഷി എന്ന ഒരു ചേരുവ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മാത്രം ഉൾപ്പെടുത്താം. അതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് 24-നോടൊക്കെ പറയാനുള്ളത്. അവർക്ക് വിശാലമായിട്ട് കരയാൻ സാധിക്കണം. അവർക്ക് ഇപ്പോൾ മക്കളെ സംബന്ധിച്ച് അവരുടെ അച്ഛൻ്റെ മൃതശരീരത്തിനടുത്തിരുന്ന് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, അവരുടെ കുട്ടിക്കാലം മുതൽ ഇന്നലെ വരെയുള്ള ഓർമ്മകൾ, അച്ഛനുമായി പങ്കുവച്ച നിമിഷങ്ങളൊക്കെ പെട്ടെന്ന് മിന്നി മറയും. ഒരച്ഛനെ നഷ്ടപ്പെടുമ്പോഴാണ് ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാതെ പറഞ്ഞാൽ എത്രത്തോളം അത് ക്ലിയർ ആവുമെന്നറിയില്ല. ആ സമയത്തൊക്കെ അവരുടെ വൈകാരികത തടസ്സമില്ലാതെ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമെങ്കിലും മാധ്യമങ്ങളും ജനങ്ങളും ഉൾപ്പെടെ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ദയവ് കൂടി അവരോട് കാണിക്കണം. തീർച്ചയായിട്ടും മാധ്യമങ്ങളൊക്കെ വേണം, എങ്കിലേ അവിടെ നടക്കുന്ന ഇപ്പോൾ ശവസംസ്കാരത്തിനൊക്കെ എല്ലാവർക്കും ഒന്നും നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശ്രീനിവാസനെ അവസാനമായിട്ടൊരു നോക്ക് കാണാനൊന്നും എല്ലാവർക്കും പറ്റില്ല. അവർക്കൊക്കെ വീട്ടിലിരുന്ന് ടെലിവിഷനിലൂടെ അത് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ അവിടെയും ഒരു പരിധി അത് പാലിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. 24 പോട്ടെ റിപ്പോർട്ടർ ചാനലൊക്കെ പ്രത്യേക പശ്ചാത്തല സംഗീതമൊക്കെ വരെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു മരണവീടും ആ രംഗങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ആഴം, അത് അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചുകൂടി മനുഷ്യർക്ക് ഫീല് ചെയ്ത് കാണാനായിരിക്കാം നിങ്ങൾ മ്യൂസിക് കൂടി ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഇതൊരു സിനിമയോ നാടകമോ സീരിയലോ ഒന്നുമല്ല, ഒരു യഥാർത്ഥ സംഭവമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ വിഷ്വലൊക്കെ കൊടുക്കുമ്പോൾ അവിടുത്തെ നാച്ചുറലായിട്ടുള്ള അന്തരീക്ഷം അതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ഇവരെ ആരും ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസവും ഇങ്ങനെ ഇരുന്ന് കുറ്റവും കുറവും പറയുന്നത് എന്തിനായെന്നും നിങ്ങൾ ചിന്തിച്ചേക്കും. ഇതൊന്നും മറ്റാരും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റെല്ലാം പറയും. ശ്രീനിവാസനെ സംബന്ധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള, നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കാണാതെ പോകുന്ന ചില തെറ്റുകൾ അത് കാണണം. അതിപ്പോൾ മാധ്യമങ്ങളല്ല, മനുഷ്യരാണെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ മരണ ദിവസം, മക്കളുടെ ആരുടെയെങ്കിലും പിറന്നാൾ ദിനമാണെങ്കിൽ അത് വീണ്ടും പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കാതിരിക്കുക എന്നൊരു ദയ അവരോട് കാണിക്കണം. അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല, തെറ്റില്ല എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം എത്രത്തോളം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയും.